വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായിരുന്നു. പക്ഷേ ഇയാൾക്കെതിരെ കൂടുതൽ പരാതി വന്നിട്ടും കേസെടുക്കാത്തതിലുള്ള പ്രതിഷേധമാണിപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ SFI നേതാക്കളടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്നാലെ അവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളടക്കം അവിടെ പ്രതിഷേധത്തിന് എത്തുകയായിരുന്നു. അതിന് പിന്നാലെ പോലീസുമായി സംസാരിച്ച് വീണ്ടും മൊഴികൾ രേഖപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആഷൻ ഡിയേഗോ വിവരങ്ങൾ നൽകാൻ. ആഷൻ, ആഷനിലേക്ക് പോവുകയാണ്. ആഷൻ, അല്പസമയം മുമ്പ് വരെ കാണുമ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ SFI നേതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അശ്വതി, SFIയുടെ നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ പോലീസ് സേനയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് ഇവിടെ പെടാപ്പാട് പെടുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി, പ്രതിഷേധത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഇപ്പോഴും ഈ കുട്ടികളുടെ പരാതി അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ പരാതി കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി. പോലീസുമായി നേരത്തെ ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയുണ്ടായി. പോലീസും വിദ്യാർത്ഥികളും MBBS വിദ്യാർത്ഥികളും നേർക്കുനേർ എത്തിയതുവരെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടിട്ടുണ്ട്. നിലവിലിപ്പോൾ അല്പം ഈ സംഘർഷ സാധ്യതയ്ക്ക് ഒരു അല്പം അയവ് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 17 പേരുടെ പരാതിയിൽ അവരുടെ മൊഴി രേഖപ്പെടുത്താതെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മടങ്ങില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിന് പിന്തുണയുമായി SFI കൂടി ഇവിടേക്ക് എത്തിയതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വഷളാവുകയാണ്. കൂടുതൽ പോലീസ് സേനയെ ഇങ്ങോട്ടേക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ മുന്നിലേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.